കോട്ടയം പട്ടണത്തിൽ പള്ളം എന്ന് പറയുന്നൊരു വില്ലേജ് അല്ല അത്. ആക്ച്വലി ഇത് നാട്ടകം പഞ്ചായത്ത് കൺവേർട്ടഡായി മുനിസിപ്പാലിറ്റി ആയ ഒരു പ്ലേസാണ്. അത് ഓൾമോസ്റ്റ് MC റോഡിൻ്റെ തന്നെ സൈഡിൽ, അതായത് അപ്കമിങ് NHൻ്റെ സൈഡിൽ തന്നെ വരുന്നൊരു ഏരിയയാണ്. ഹാർഡ്ലി 7 കിലോമീറ്റേഴ്സ് ഫ്രം കോട്ടയം ടൗൺ. അപ്പോൾ അണ്ടർ കോട്ടയം മുനിസിപ്പാലിറ്റി, നാട്ടകം മുനിസിപ്പാലിറ്റി, ഈ സ്ഥലത്ത് ഇന്നേക്ക് വെള്ളം കിട്ടിയിട്ട് 4 ആഴ്ച കഴിയുന്നു. 4 ആഴ്ച റൺ ചെയ്യുന്നു. അപ്പം നമ്മളോട് മുനിസിപ്പൽ കൗൺസിലർ പറഞ്ഞത്, നമ്മുടെ ഈ ദേശത്തിൻ്റെ കൗൺസിലർ പറഞ്ഞത്, ജാനുവരി 1 തൊട്ട് 2 ആഴ്ചത്തേക്ക് പൈപ്പിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. മെയിൻ്റനൻസ് വർക്ക്. വേറെസ് പ്രധാനമന്ത്രിയുടെ സൈറ്റിൽ, PMO സൈറ്റിൽ ഞാൻ കംപ്ലൈൻറ്റ് ഇട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. അതായത് ഈരേക്കടവ് എന്ന് പറയുന്ന ആ ഭാഗത്ത് GI പൈപ്പ് വാങ്ങിച്ചിട്ടിട്ട് 5 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. എൻ്റെ അറിവിൽ 5 വർഷത്തിന് മുകളിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദേശത്ത് വെള്ളം കിട്ടിയിട്ട് 5-6 വർഷത്തിന് മുകളിലാകുന്നു. അതായത് ഡിസംബർ മാസത്തിൽ തുടങ്ങി മെയ് വരെ ഈ പ്രദേശത്ത് വെള്ളമില്ല. കിണറുകളെല്ലാം വറ്റും. സ്പെഷ്യലി എൻ്റെ ഈ ഏരിയയിൽ ഇത്തിരി പൊക്കത്തിലായതുകൊണ്ട് ഫുള്ള് വാട്ടർ ഡ്രെയിൻ ഔട്ട് ആവും. ഡിസംബർ ആകുമ്പോഴത്തേക്ക് കിണറും കൂടി അങ്ങ് വറ്റും. അപ്പോൾ അതുകൊണ്ട് PMOയുടെ സൈറ്റിലേക്ക് നമ്മുടെ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ചോദിച്ചാൽ അവർ പറയുന്നത് സെൻട്രൽ പെർമിഷൻ തരുന്നില്ല, സെൻട്രൽ PWD പെർമിഷൻ തരുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്നാണ് പറഞ്ഞത്. അവസാനം അവരുടെ കള്ളത്തരം പൊളിച്ചെഴുതേണ്ടി വന്നു എനിക്ക്. കാരണം വിവരാവകാശ കമ്മീഷൻ വഴി അവരെഴുതുമ്പോൾ 2018 അവർക്ക് പെർമിഷൻ കൊടുത്തതാണ്. അങ്ങനെയാണല്ലോ ഒരു പ്രോജക്റ്റ് സാങ്ഷൻ ആകുമ്പോഴാണല്ലോ GI പൈപ്പ് വാങ്ങിക്കാനുള്ള കരുത്ത് കോട്ടയം വാട്ടർ അതോറിറ്റിക്ക് ഉണ്ടായത്. എന്നിട്ട് ആ ഈരേക്കടവ് തുടങ്ങി ഇങ്ങോട്ട് ഈ ചായക്കടയിൽ അന്തി ഉറങ്ങുന്ന ചില വല്യപ്പന്മാരുണ്ട്. അവരുടെ മാതിരി മഴയും വെയിലും കൊണ്ട് ഈ GI പൈപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷമായി. ഈ വെറും 3-3.5 കിലോമീറ്റർ മാത്രം മതി ഈ പൈപ്പ് ഇടൽ. അത് നാട്ടകം ഓവർഹെഡ് ടാങ്കിൻ്റെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടകം മുനിസിപ്പാലിറ്റിയിലുള്ള 15-18 വാർഡുകൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് തീരും. നിങ്ങളൊന്ന് ഓർക്കണം, ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണ്, അല്ല അതൊരു കുഗ്രാമം അല്ല. MC റോഡ് കടന്നു പോകുന്ന കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ പ്രദേശത്ത്, ഈ നാട്ടകം മുനിസിപ്പാലിറ്റിയിൽ ഡിസംബർ തൊട്ട് മെയ് വരെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ 2 മാസത്തിൽ ഒരിക്കലും ബൈമന്ത്ലിയാണ് നമുക്ക് ബില്ല് വരുന്നത്. ആ ബൈമന്ത്ലിയിൽ നമുക്ക് 2 പ്രാവശ്യം കഷ്ടി കിട്ടിയാലായി. കാരണം അവരുടെ മെയിൻ്റനൻസ് നടക്കുന്ന ഈ സമയത്താണെന്നാണ് പറയുന്നത്. ഞാൻ പഠിച്ച ഞാനൊരു ടെക്നിക്കൽ പേഴ്സണാണ്. മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ചെയ്യണം. ഡിസംബറിൽ ഇത് ഞാൻ 2020 ഇവിടെ വന്നപ്പോൾ തൊട്ട് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞിരിക്കുന്നതാണ്. 2020 തൊട്ട് ഇങ്ങോട്ട് ഡിസംബറിൽ മാത്രമേ ഇവർ മെയിൻ്റനൻസ് ചെയ്യുള്ളൂ. അതിനകത്തെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒടുവിൽ PMOയുടെ സൈറ്റിൽ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് കംപ്ലയിൻറ്റ് പോയി. ഒടുവിൽ അതിൻ്റെ റിപ്ലൈ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടി. അതായത് മോർത്ത് എന്ന് പറയുന്ന സെൻട്രൽ PWDയുടെ NH വർക്കിൻ്റെ ആൾക്കാർ സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞു വാട്ടർ അതോറിറ്റിക്ക്. പൈപ്പ് ഈരേക്കടവിൽ നിന്ന് നാട്ടകം ഓവർഹെഡ് ടാങ്ക് വരെ പൈപ്പ് ലേ ഔട്ട് ചെയ്യാനുള്ള സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓൺലി തിങ് ദേ ഹാവ് ടു പേ ദ മണി. ഇത്രയും കാലം കോട്ടയം മുനിസിപ്പാലിറ്റിയും വാട്ടർ അതോറിറ്റിയും പറഞ്ഞുകൊണ്ടിരുന്നത് സെൻട്രലാണ് ഇതിൻ്റെ കാരണം. സെൻട്രൽ നമുക്ക് സാങ്ഷൻ തരുന്നില്ല. എനിക്ക് നല്ല വ്യക്തമായി അറിയാം, സെൻട്രൽ ഒരിക്കലും തരാതിരിക്കില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഗഡു പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എത്രമാത്രം ആയി വർക്ക് എന്നുള്ള വർക്ക് പ്രോഗ്രസിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കാതെ സെക്കൻഡ് ലോട്ട് പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഫോൾട്ട് ആരുടെ ഭാഗത്താണ്? ഇപ്പോൾ അത് വളരെ ക്ലിയറാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ലെറ്റർ, അത് ഇലക്ഷന് മുമ്പ് വന്ന ലെറ്ററാണ്. അതായത് കോട്ടയം വാട്ടർ അതോറിറ്റിക്ക് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പ് ലേ ഔട്ട് ചെയ്യാൻ. ഇപ്പോഴത്തെ അവരുടെ കരച്ചിൽ, ഗദ്ഗതം, പൈസ ഇല്ല, ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലയെന്ന്.
അപ്പം പിന്നെ ഇവിടെ ഇരിക്കുന്ന MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ, എനിക്ക് ഏത് പാർട്ടി എന്നുള്ളത് നോട്ടമില്ല. പൊതുജനത്തിന് പ്രയോജനമില്ലാത്ത മന്ത്രിമാരെയും ലീഡേഴ്സിനെയും എന്തിനാണ് വെച്ച് വാഴിക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ പൊതുജനത്തിനൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര പാടുപെട്ട് ഇങ്ങനെ ഭരിക്കാൻ നടക്കുന്നത്? അതോ തിന്നുകൂട്ടി എന്നിട്ട് ഇത് വല്ലതും തിന്നിട്ട് വല്ലയിടത്തും എല്ലി കയറുന്നുണ്ടോ? ഒരു പൊതുജനത്തിന് കുടിക്കാനുള്ള വെള്ളമാണ് ചോദിക്കുന്നത്. ദിസ് ഈസ് എ ബേസിക് റൈറ്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അപ്പം നിങ്ങൾ ഈ ആഘോഷം, ഇൻഡിപെൻഡൻസ്, റിപ്പബ്ലിക് ഇത് പറയുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നേ. കാരണം ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന എന്ത് വ്യത്യാസം ഇവിടെ ഉണ്ടാകുന്നത്? ഇപ്പോൾ എന്ത് വ്യത്യാസമാണ് കാണുന്നത്? കുടിക്കാനുള്ള വെള്ളം ഡിസംബർ തൊട്ട് മെയ് വരെ ഇല്ലാതെ പാടുപെടുക. കൊച്ചുമക്കളെല്ലാം, യങ്ങർ ജനറേഷൻ മുഴുവൻ ഇന്ത്യ വിട്ടുപോയി. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറിന് ഇതിനെപ്പറ്റി ബോധമുണ്ടോ, വിവരമുണ്ടോ, വേദനയുണ്ടോ? ഇല്ല. ഏറ്റവും എന്നാ പറയുക, സർക്കാസ്റ്റിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ബ്രിട്ടീഷുകാരെ നമ്മൾ ഇവിടുന്ന് തുരത്തി, നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നു, റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നു, എന്നിട്ട് നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് അവരുടെ കഴുത്തിൽ തല സ്വയം വെച്ചു കൊടുക്കാനാണ് പുതിയ ജനറേഷനെ നമ്മൾ വിട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്, ഏത് രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും കൊള്ളാം, നാണം ഉണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ, മാറ്റിപ്പിടിക്കാൻ സമയം അതിക്രമിച്ചില്ലേ? സ്വന്തം പുതിയ ജനറേഷന് അവരുടെ മനസ്സാലെ കൊണ്ടുപോയി കഴുത്ത് കൊണ്ടുവന്ന് അവൻ്റെ കക്ഷത്തിൽ വെച്ച് കൊടുക്കുക. ബ്രിട്ടീഷുകാരൻ്റെ അവനെ ഇവിടുന്ന് ഗാന്ധിജി ഒരുപാട് പാടുപെട്ട് തുരത്തി വിട്ടതാ. അവനിപ്പോൾ ഉള്ളിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും. ഇത് ഞാൻ അവിടെ നിന്ന് വരിച്ചപ്പോൾ നിനക്കൊക്കെ കഴപ്പായിരുന്നു, ഇപ്പം നീയൊക്കെ നിൻ്റെ മക്കളെയും പുതിയ ജനറേഷനെയും എൻ്റെ കക്ഷത്തിനകത്ത് തല വയ്ക്കാൻ വിട്ടിരിക്കുന്നു, ഒരു ഉളുപ്പില്ലാതെ. എന്നിട്ട് ഇവിടെയുള്ളത് സീനിയർ സിറ്റിസൻസ് മാത്രമാണ്. അവരാണ് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഈ ദാരുണമായ അവസ്ഥകൾ നേരിടേണ്ടി വരുന്നത്. കുടിക്കാൻ വെള്ളം ഇപ്പം 4ാമത്തെ ആഴ്ച റണ്ണിങ് ആണ്, കുടിക്കാൻ വെള്ളമില്ല. എന്തിനാണ് കോട്ടയത്ത് ഒരു വാട്ടർ അതോറിറ്റി ഇതൻ? കാരണം ഡിസംബർ വരെ മഴയുണ്ട്, മെയ് അവസാനമാകുമ്പോഴും മഴയുണ്ട്. ആ സമയത്തൊന്നും ഒരാളും വാട്ടർ അതോറിറ്റി തിരിഞ്ഞു പോലും നോക്കത്തില്ല. പിന്നെ ഡിസംബറിനും മെയ്ക്കും ഇടയിലുള്ള സമയത്ത്, മഴ പെയ്യാത്ത സമയത്ത് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സാധനത്തിന് പ്രയോജനമില്ലെങ്കിൽ കോട്ടയം വാട്ടർ അതോറിറ്റി എന്തിനാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്? ഖജനാവ് കാലിയാക്കാതെ അത് പൂട്ടിക്കെട്ടിക്കൂടെ? അത് പൂട്ടിക്കെട്ടിക്കാൻ അത്രയും പൈസ ഖജനാവിലേക്ക് പോവില്ലേ? എന്തായാലും ഞങ്ങൾ പൈസ കൊടുത്ത് ടാങ്കർ ലോറിക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കണം. എങ്കിൽ പിന്നെ വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാതെ വാട്ടർ അതോറിറ്റി പൂട്ടിയിട്ട് നമ്മൾ ടാങ്കർ ലോറിയിൽ നിന്ന് വാങ്ങിച്ചോളാം. രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിമുട്ടണ്ട. ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA, ഞാൻ അയാളെ കണ്ടത് മരിക്കുന്ന വീട്ടിലെല്ലാം അയാൾ നോക്കൂത്തി പോലെ അവിടെ വന്ന് നിൽക്കും. ഞാൻ ചോദിക്കുന്ന, ജീവിക്കുന്ന കാലത്ത് ഓരോ മനുഷ്യനും ചെയ്തു കൊടുക്കാൻ കഴിയാത്തത് നിങ്ങൾ എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇന്ത്യക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നത്? എനിക്ക് ലജ്ജ തോന്നുക. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, സെൻട്രലിൽ നിന്ന് ലെറ്റർ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ലെറ്ററാണ്. വാട്ടർ അതോറിറ്റി, കോട്ടയം വാട്ടർ അതോറിറ്റി ഈസ് റിക്വസ്റ്റഡ് ടു പേ ദ ഫീസ് ടു കണ്ടിന്യൂ ദ വർക്ക് ഓഫ് പൈപ്പ് ലൈൻ ഫ്രം ഈരേക്കടവ് ടിൽ നാട്ടകം ഓവർഹെഡ് ടാങ്ക്. ഇന്നിപ്പോൾ 5-6 മാസം കഴിഞ്ഞു. ഇപ്പം കേൾക്കുന്നത്, വാട്ടർ അതോറിറ്റി കേൾക്കുന്നത് ഫണ്ടില്ല, ഇത്രയും പൈസ ഫീസ് അടയ്ക്കാനെന്ന്. ഫണ്ടില്ലെങ്കിൽ പിന്നെ കേരള ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്? ബാക്കി രാഷ്ട്രീയ നേതാക്കൾ എന്ത് ചെയ്യുകയാണ്? അതിനുള്ള സോഴ്സ് കണ്ടുപിടിച്ചത് അടക്കിയല്ലേ വേണ്ട. 4-5 മാസം കഴിഞ്ഞു. ഈ വേനൽക്ക് മഴ, ഇപ്രാവശ്യമെങ്കിലും വെള്ളം തരാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയൊക്കെയുള്ള കിളവന്മാരെ മാറ്റിയിട്ട് ആ രാഘവ്, സെൻട്രലിലുള്ള രാഘവിനെ പോലെ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി മക്കാട്ടിൻ, ഇവരൊക്കെ കൊച്ചു പിള്ളേർ, അവർ ചിന്തകളുള്ളവരെ റീസ്ട്രക്ചർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഈ ജനാധിപത്യ രാജ്യത്തിലെ ഈ നിയമാവലികളൊക്കെ റീസ്ട്രക്ചർ ചെയ്യേണ്ട സമയം നമുക്ക് അതിക്രമിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഈ പഴഞ്ചൻ ഇതും പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇവരെല്ലാം എടുത്തു കളയണമെന്ന് പറയത്തില്ല. ഇവരെയൊക്കെ അഡ്വൈസറി കമ്മിറ്റിയിൽ ഇട്ടിട്ട് റൂളിംഗ് പാർട്ടി ഷുഡ് ബി ദ യങ് വൺസ്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. വാട്ടർ അതോറിറ്റിക്ക്
ഫീസ് അടയ്ക്കാൻ പൈസയില്ല. പിന്നെ എന്തിനാ വാട്ടർ അതോറിറ്റി തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്? 4 ആഴ്ചയാകുന്നു വേദനയോടുകൂടിയും നെഞ്ചിടിപ്പോടും കൂടിയാണ് പറയുന്നത്. സീനിയർ സിറ്റിസൺസ് വന്ന് വെള്ളം ചുമക്കുക. നമ്മുടെ കഴുകുന്ന പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യങ്ങർ സ്റ്റേജിലായിരുന്നപ്പോൾ ബേസിനിൽ കഴുകി ആ വെള്ളം കൊണ്ട് ചെടികൾക്ക് ഒഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആൻഡ് ഐ എം ഡൂയിങ് ഇറ്റ് അഗെയിൻ റിപ്പീറ്റഡ്ലി. ഐ എം ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അപ്പോൾ ഇന്ത്യ എവിടേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത്? മൈ ക്വസ്റ്റ്യൻ ഈസ് ടു മോഡിജി ഓൾസോ. I have a lot of belief and expectation on Modi ji. പക്ഷേ I am questioning Modi ji. What is the empowerment you have done in India? I have recently been to Vietnam, and I was ashamed to say that India is a fast developing country and Vietnam is far, far behind us. That's what history speaks out. But you go and see, I hope all the politicians are going at the cost of common man's tax to all these places. And you see Vietnam is having flood, everything is there, but there the people are very much advanced in everything. Even their road speaks out how far they are better than India. Modi ji, I am the one who respects you very much. I know you have an ability to foresee the matters for 10 years or something. But I'm sorry to say that, sir. Only IT field is not the one we want advancement. Of course, we need money, that is there. But you have to take into consideration of the common people of India and Kerala, because here the majority of the people are senior citizens like you. Don't ever forget that. Restructure whatever the rules and regulations you can, so that it can benefit for the common people. Drinking water is the basic right of a human being, and that is not being given in Kerala, especially in Kottayam, Natagam municipality. See, Natagam municipality has become the municipality in 2010, and 15 years are over. Still, Kottayam municipality is not releasing Natagam municipality as a free one. I'm an independent municipality. It's high time. 15 years is over and Natagam municipality has to be declared as an independent municipality. Why it is kept under the Kottayam municipality? Because they want to play with the money of all the people. See, each municipality, if it is made a municipality, it should be made as an independent municipality. And Natagam has crossed its 15 years, so that it is high time that Natagam municipality has to be made an independent municipality. Modi ji, I am speaking for you also. Like, you are a leader, we have lots of expectations on you. But we are not able to communicate with you, and I use this media for that communication. Sir, advancement of an India or a development of an or a nation has to be considered by the common man standard, a raise of the common man standard of living. And I am so sad to say that even in municipalities, water, the resources are available. Only thing, it has to reach the people, and government has nothing to do with it. Neither the BJP nor the CPM nor the Congress. I didn't see any of them. I've seen a great leader, Karnakaran, who was capable enough to execute the things, whatever he demands to do. See, Kerala is having a MP like Suresh Gopi in the central, and Britas as a MP in the central. All these people are there, and their people in Kerala, that too in the municipalities, are struggling like anything. That too the senior citizens are struggling like anything for the drinking water. It's not that we don't have resources. We have the resources of water. But to lay out the pipeline, you know how much years it took? 2018 to 2025. Ashamed of this thing. I can very well say, not a single capable leader is neither there in the central nor in the Kerala government. I used to monitor all the people. I have seen only Raghav
a few of them, I don't remember the names, but Raghav is one in MP in Central who is ready to make changes in the constitutional strategies. Time to time, developments should be made in the policies. Otherwise, see, I'm asking, even in Central or not in Kerala government, no one is bothered that more than half the percentage of the youth has gone out of India. And how you are feeling proud of this? India is full of senior citizens only. And what about the next generation? And no political leader I have seen thinking about any policies for bringing back any of them. Why they are going out from India or from Kerala? The younger generation is waiting to get free from this Kerala and from India. Why, Because of the nuisance of the politicians. Because of the nuisance of the police and the judiciary, which is not working properly. Is the police, is the judiciary, is the politicians working for the common people? I think it's high time to restructure everything. And I'm sorry to say, even to Modi ji, that 4th week is running that we got drinking water from Water Authority. The so-called Water Authority of Kottayam shut down that Kottayam Water Authority so that we can be happily buy water from the tanker lorries. At least we won't feel guilty or pain that we are paying bi-monthly for Water Authority and we are not getting water. So Modi ji, from Irekadavu, the place called Irekadavu, till Natagam overhead tank, it's hardly 3.5 kilometers only. And GI pipe is lying down on the ground, on the floor, on the roads since 5 to 6 years. Now laying is the only problem it was. And Kerala Water Authority, Kottayam Water Authority was going on crying, and the municipality of Kottayam was going on crying that Central is not permitting. And I was sure Central won't be the reason for that. Because if you can buy the pipe, as far as I know, if a project is sanctioned, then first part of the money is sanctioned. And that is how they purchase the GI pipe. So if they want the second part of the money, second installment, they are supposed to submit their report till that date. Then only the second part of the installment will be released from the Central. So definitely it was the fault of Water Authority of Kottayam Municipality. And now, I think in May, I got the letter from Kerala's Chief Minister's office saying that Water Authority of Kottayam is permitted to lay out the pipeline, but they are supposed to pay the fees. Now what Kottayam Water Authority is telling is, they don't have money to pay the fees. What a pity condition. Then why Kottayam Water Authority is remaining as a monument here? Why don't you close down that so that that much of money government can save? Unnecessarily a water authority is remaining here. And Kottayam Municipality is another rubbish institution. I don't know what they are doing. No waste management properly. Nothing for the common people they are doing. And more than 10 lakhs, I don't know the exact, I am just telling a rough amount. I think crores have been used. There is a flyover being made, remaining on half the way work at the center of Kottayam Municipality. It was done by Thiruvanchur Radhakrishnan. He was a minister at that time. I understand like that. And I don't know. It's neither completed, since years together it is lying like that as a monument at the top.
at the central of Kottayam municipality, and none of the politicians, I will say all the politicians are included in that, and none of the leaders are bothered. It's very near to the Kottayam municipality office, and no one is bothered that the structure is remaining without any completion, so that they have to either complete it or dismantle it from there, because that is all wasted money of the common man's tax paid amount. And who will be responsible and who has to repay all these things by law? Who will answer to these questions? One big MP is there, Suresh Gopi at the central. One Britas is there at the central. And what they are doing if they cannot do all these things? They have gone to central on behalf of Kerala only. So Kerala people should benefit from them. So I'm sorry to say that, being a senior citizen, not getting drinking water at Nattagam municipality, which is under Kottayam municipality since 15 years, and none of the municipality people are bothered about that. Neither the chairperson knows that she has another name. I mean, that post has another name called Nagarapidavu. Means it's called, he or she is the topmost chairperson in that town. She is not even aware of that. So 4th week is running. Modi ji, I really plead in front of you. Please make it throughout. Because water, we are not asking for any luxury. We are asking for drinking water.